ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നൊരു ദളിത് രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ശരിക്കും ഒരു യാഥാസ്ഥിക അവസ്ഥ എന്ന് പറയുന്നത് ദളിത് അവരെ വീണ്ടും ഒരു അടിസ്ഥാന വർഗമായി വീണ്ടും ടാഗ് ചെയ്യപ്പെടുക തന്നെയല്ലേ ചെയ്യുന്നത്? അങ്ങനെയല്ല, ദളിത് രാഷ്ട്രീയമുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം എന്താ? നമ്മുടെ സാമൂഹ്യ അവസ്ഥയാണ്. ഏത് രാഷ്ട്രീയവും നിലനിൽക്കുന്നത് ഒരു സാമൂഹ്യ അവസ്ഥയും ആ സാമൂഹ്യ അവസ്ഥയെ കാണുന്ന ഒരു പ്രത്യയശാസ്ത്ര ഒരു ആശയ സമീപനമാണ്. ഇപ്പോൾ നമുക്ക് മുമ്പിൽ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പല രീതിയിൽ കാണാം. ഇപ്പോൾ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതുപോലെയാണ് ഇത്. എന്തുകൊണ്ടാണ് ഒരു ദളിത് രാഷ്ട്രീയം നമുക്ക് പ്രസക്തമാവുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ അവസ്ഥയാണ്, ഇന്ത്യയുടെ അവസ്ഥയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ജാതി ഇല്ല എന്ന് പറയുന്നതിന് ഒരു കഥയില്ല. ജാതി ഇവിടെ ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, വസ്ത്രത്തിലുണ്ട്, കല്യാണത്തിലുണ്ട്, വീട് വെക്കണയിലുണ്ട്, ആരാധനയിലുണ്ട്, എല്ലാത്തിനും ജാതിയുണ്ട്. എല്ലാത്തിനും ജാതിയുണ്ട്. നമ്മളില്ലാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ജാതി മാറി കല്യാണം കഴിക്കുന്നതിന് വളരെ കുറവാണ്. ദുരഭിമാന കൊല നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം ഇപ്പോഴും. അപ്പം നമ്മളിപ്പോൾ നവോത്ഥാനത്തിൻ്റെ ഒരു 200 വർഷത്തെ പഴക്കം പറയുമ്പോഴും ജാതി ഇല്ലാത്ത ഒരു കേരളമായിട്ടില്ല. ജാതിയുണ്ട്.